ആദ്യത്തെ ഈ നാവികപ്പട ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടി? പല വിഗ്രഹങ്ങൾക്ക് തൊഴുന്ന ആർക്ക് വേണ്ടി? സാമൂതിരിക്ക് വേണ്ടി. ആരാണ് ഇനി കൽപ്പിക്കുന്നത്? ഈ ഉമ്മത്ത് കണ്ട ത്വരീഖത്തിന്റെ ശൈഖും ഫഖീഹും എല്ലാമായ ആര്? മഖ്ദൂം തങ്ങൾ ആണോ? അല്ലേ? ഈ ദിക്റും ചൊല്ലി നേരം വെളുത്ത് സുബഹി നിസ്കരിച്ച് 5 വക്ത് നിസ്കരിച്ച് അവര് കപ്പലിൽ ഇറങ്ങിയിട്ട് കടലിലിറങ്ങി കഷ്ടപ്പെട്ട് ചോര നീരാക്കുന്നത് ആർക്ക് വേണ്ടി? ഈ സാമൂതിരിക്ക് വേണ്ടി. എന്തുകൊണ്ട്? പറ, എന്തുകൊണ്ട്? സാമൂതിരിക്ക് എന്തുണ്ട്? നീതി, സത്യം, ധർമ്മം. ചോറ് തിന്നുന്ന കയ്യും കൊണ്ട് പടക്കളത്തിലേക്ക് ഓടീൻ. ആ ചോറും തിന്നുന്ന കൈ കൊണ്ട് പടക്കളത്തിൽ ഓടിയിട്ട് ആ ചെയ്തായി. അപ്പൊ ചെയ്തായി. ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രിട്ടീഷ് കോട്ട ബന്ധിൽ പൊളിച്ച് കയറിയെന്ന് അറിയണത്. അപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ഈ ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഓടി. അപ്പോൾ ചെയ്തായി. ഇതൊന്നും അവർ കേറൂല. എല്ലാ കോട്ടയ്ക്കും ഇവർ കയറിയിട്ടില്ല. ഒരു വിവരം അറിയിക്കും, നമ്മളെ മേൽക്കോയ്മ അംഗീകരിക്കണം. അംഗീകരിക്കാം. ഇപ്പൊ നിലപാട് മാറി. ഇവർ പറഞ്ഞാൽ ആരാണ്? ലോകത്തെ എല്ലാ തിന്മയുടെയും ആളുകളാണ് ഇവർ അംഗീകരിക്കൂല. ഇവർ വന്നാൽ ഞങ്ങളെ നാട് നാശവും. എന്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം പോലത്തെ പുസ്തകം ഇന്ന് വരെ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. അല്ലാഹു സാക്ഷിയാണ്. എന്റെ സാത്താൻ എന്ന അവലോകക്രമം എന്നൊരു പുസ്തകം പോലത്തെ പുസ്തകം ഇന്ന് ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷെ അത് വായിക്കണം എനിക്ക് നിർബന്ധം. ഞങ്ങൾക്ക് വേണ്ടി വായിച്ചാൽ മതി. പക്ഷെ തിരുദൂതർ നിയോഗങ്ങൾ വായിക്കണം. എന്തുകൊണ്ട്? അത് റസൂലുള്ളാഹിനെ പറ്റിയാണ്. റസൂലുള്ളാഹിനെ നിങ്ങൾ അറിയണം. റസൂലുള്ളാഹിനെ അറിയണം. ഞാൻ ഈ 4 വരി വായിച്ചപ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിന്ന് കരഞ്ഞത് എന്തുകൊണ്ട്? എനിക്ക് എൻ്റെ റസൂലുള്ളാഹിനെ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇല്ല. അത് ഞാൻ വെറുതെ പറയല്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇല്ല. ഇങ്ങനെ ലോകത്തിന് ഉപകാരം ചെയ്ത ഒരു മനുഷ്യൻ ഇല്ല. എനിക്ക് ഉറപ്പാണ്. പഠിക്കണ കാലത്ത് എനിക്കത് അറിയില്ല. ഞാൻ തത്തമ്മേ പാട്ടിൽ നിന്ന് പാട്ട് പാടിയതാണ്. ഞാൻ ഒരു കാലത്ത് വയൽ പറഞ്ഞ നബി മഹാനാണ്, മഹാനൊക്കെ പറഞ്ഞതാണ്. എനിക്കതറിയില്ല. ഇന്ന് എനിക്കറിയും. ഈ ആളെ പോലത്തെ ഒരാൾ ലോകത്തില്ല. മാനവ ചരിത്രത്തിൽ മുഹമ്മദ് നബിയെ പോലത്തെ ഒരാൾ വന്നിട്ടില്ല എന്ന് തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിച്ച നമ്മൾ പറയും. ഉണ്ടായിട്ടില്ല, ഉണ്ടാകൂല. ആ മനുഷ്യൻ നിർവഹിച്ച ധർമ്മം ഇന്നോട് ബാക്കി കിടക്കുകയാണ്. അതിൻ്റെ ഒരു പാർട്ടാണ് അയാൾ ചെയ്തത്. ആര്? അലി ഖംനായി ചെയ്തത്. അതിൻ്റെ പാർട്ടാണത്. ഷിയ ആയിക്കോട്ടെ, അതൊക്കെ അള്ളാഹു തീരുമാനിക്കണ്ടല്ലേ. അയാൾ വഹാബി ആയിക്കോട്ടെ, നല്ലെന്താ ഒരു പാർട്ടി ചെയ്തു. അതായത് ദുനിയാവിൻ്റെ ഇമ്പീരിയലിസ്റ്റ് ശക്തികൾക്ക് ഒരിക്കലും ഞങ്ങൾ തലകുനിക്കൂല. അതാണ് നിങ്ങൾ പറഞ്ഞത്. അയാൾ ഹിന്ദു ആയിക്കോട്ടെ, നമ്മളവർ അംഗീകരിക്കുമല്ലോ. എന്തുകൊണ്ടാണ്? പോർച്ചുഗീസുകാർ വന്നപ്പോൾ പോർച്ചുഗീസുകാരെ തള്ളുകയും, പോർച്ചുഗീസുകാർ അഹ്ലു കിതാബാണ്, അവരെ തള്ളിയിട്ട് മഖ്ദൂം കൂടെ നിന്നത് ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകനായ ഒരു നവോത്ഥാന നായകനാണല്ലോ മഖ്ദൂം. ആണോ? അല്ലേ? ആ മഖ്ദൂം ആരെ കൂടെ നിന്നത്? സമുദ്രന്റെ കൂടെ നിന്നത്. എന്തേ കാരണം? പോർച്ചുഗീസുകാർ വരികയാണെങ്കിൽ പോർച്ചുഗീസുകാരെ പറ്റി അവിടെ പറയാലോ. എന്ത്? അവര് ഞങ്ങൾ നബിന്റെ ഇക്കാക്കാന്റെ സമുദായമാണ്. അങ്ങനെ പറഞ്ഞു പറയും കുട്ടി, അങ്ങനെ പറഞ്ഞൂടെ? അതേ സമയത്ത് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അഹ്ലു കിതാബ് എന്നൊരു ബന്ധം മുസ്ലിങ്ങൾക്കും പോർച്ചുഗീസുകാരും തമ്മിൽ ഉണ്ടോ അല്ലേ? പോർച്ചുഗീസുകാരും മുസ്ലിങ്ങളും തമ്മിൽ അഹ്ലു കിതാബ് എന്നൊരു ബന്ധമുണ്ടോ അല്ലേ? ബന്ധമുണ്ട്. അതായത് അതേ സമയത്ത് വ്യാസമഹർഷിയും നബിയും തമ്മിൽ എന്താ ബന്ധമുണ്ടത് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഉണ്ടോ അല്ലേന്ന് ഇല്ലാന്ന് ഞാൻ പറയല്ല. ഇന്ന് വരെ വ്യാസമഹർഷിയും നബിയും തമ്മിൽ ഒരു ബന്ധമുള്ളതായി തെളിയിക്കപ്പെട്ടതോ, വാൽമീകി മഹർഷിയും നബിയും മുഹമ്മദ് നബിയും തമ്മിൽ ഒരു ബന്ധമുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. എന്നിട്ടും മഖ്ദൂം എന്നീ 500 കൊല്ലത്തിനിടയിൽ മലയാളക്കര കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകനായ മഖ്ദൂമുൽ കബീർ നിന്നത് ആരുടെ കൂടെയാണ്? അഹ്ലു കിതാബായ പോർച്ചുഗീസുകാരെ കൂടെയല്ല. പിന്നെ ആരുടെ കൂടെയാണ് പറയടോ? ഈ ഹൈന്ദവ സമൂഹത്തിന്റെ കൂടെ നിന്നു. എന്തുകൊണ്ട്? സാമൂതിരിക്ക് എന്തുണ്ട്? ധർമ്മമുണ്ട്, നീതിയുണ്ട്, സത്യമുണ്ട്. അയാൾ ആരാധിക്കുന്നത് എത്ര ദൈവത്തിന്? അത് പടച്ചോ തീരുമാനിച്ചോട്ടെ. പക്ഷെ അയാൾക്ക് എന്തുണ്ട്? സത്യവും ധർമ്മവും നീതിയും. അതല്ലേ വില, അതിനല്ലേ വില. ആ സാമൂതിരി രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തേ മുസ്ലിങ്ങൾക്ക് നേരെ പോയിക്കൂടെ? 4 കുഞ്ഞാലിമാരെ കൊത്തിട്ട് 4ാമത്തെ കുഞ്ഞാലി കറച്ചല്ലേ ഒന്ന് അവസാനം വരെ ചോദിക്കണില്ലേ പിന്മാറിയാൻ മതി? പിന്മാറൂല. എന്തേ? ആർക്ക് വേണ്ടി മരിച്ചു അവസാനത്തെ കുഞ്ഞാലിയും? സാമൂതിരിയുടെ അവർ എന്തിനു തുടങ്ങിയത്? ആരാണ് ഈ പടം ഉണ്ടാക്കാൻ പറഞ്ഞത്? സാമൂതിരി. ആരാണ് സമ്മതം കൊടുത്തത്? മഖ്ദൂം. പടം ഉണ്ടാക്കാൻ പറഞ്ഞത് ആരാണ്?
സാമൂതിരി പടം ഉണ്ടാക്കാൻ സമ്മതം കൊടുത്തതാര്? മഖ്ദൂം. ഇവരാരാ? ഖാദിരി ത്വരീഖത്തേര്. ഇവരൊക്കെ ഖാദിരി ത്വരീഖത്തേരാ. മഖ്ദൂമിൽ നിന്ന് ഖാദിരിയത്ത് വാങ്ങി ആ ത്വരീഖത്തിന്റെ ദിക്ർ സുബാഹൻ വ മസാഅൻ ചെല്ലുന്ന ത്വരീഖത്തുകാരനായ മുതലാളിന്റെ മകനായ ത്വരീഖത്തേരനാണ് ആര്? കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, കുഞ്ഞാലി മൂന്നാമൻ, കുഞ്ഞാലി നാലാമൻ. ഈ തുരാവും പകലും ദിക്റും ചൊല്ലി ഇവർ പട നയിക്കണ ആർക്ക് വേണ്ടിയാ? പല ദൈവങ്ങൾക്ക് ആരായിരിക്കും? സാമൂതിരിക്ക് വേണ്ടി. പല ബിംബങ്ങൾക്ക്. ദൈവം എന്തെന്ന് പല വിഗ്രഹങ്ങൾക്ക് മുന്നിൽ. ഇസ്ലാമിൽ വിഗ്രഹം ഹറാമല്ലേ? വിഗ്രഹങ്ങൾ മുന്നിൽ തൊഴുന്ന സാമൂതിരിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ആര് പട നയിക്കുന്നത്? കുഞ്ഞാലി മരക്കാര് ആണോ? അല്ലേ? അങ്ങനെയല്ലേ ഇത് തുടങ്ങിയത്? പിന്നെ അവസാനത്തെ സാമൂതിരി എതിരായാലും ചരിത്രത്തിന്റെ വേറെ രീതിയാണ്. പക്ഷെ ഈ പട, ഈ നാവികപ്പട മലയാളക്കരയിലെ ആദ്യത്തെ ഈ നാവികപ്പട ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടി? പല വിഗ്രഹങ്ങൾക്ക് തൊഴുന്ന ആർക്ക് വേണ്ടി? സാമൂതിരിക്ക് വേണ്ടി. ആരാണ് ഇനി കൽപ്പിക്കുന്നത്? ഈ ഉമ്മത്ത് കണ്ട ത്വരീഖത്തിന്റെ ശൈഖും ഫഖീഹും എല്ലാമായ ആര്? മഖ്ദൂം തങ്ങൾ ആണോ? അല്ലേ? ഈ ദിക്റും ചൊല്ലി നേരം വെളുത്ത് സുബഹി നിസ്കരിച്ച് 5 വക്ത് നിസ്കരിച്ച് അവര് കപ്പലിലിറങ്ങിയിട്ട് കടലിലിറങ്ങി കഷ്ടപ്പെട്ട് ചോര നീരാക്കുന്നത് ആർക്ക് വേണ്ടി? ഈ സാമൂതിരിക്ക് വേണ്ടി. എന്തുകൊണ്ട് സാമൂതിരിക്ക് എന്തുണ്ട്? നീതി, സത്യം, ധർമ്മം. എന്തെങ്കിലും മനസ്സിലാക്കട്ടെ. അവിടെ നോക്കണ്ടല്ലോ. മറ്റൊരു വിലക്കും ദീനിക്കും വലിയ ദീൻ. ഈ ലോകത്തെ എല്ലാവർക്കും ഒരു മതാകണമെന്ന് പടച്ചോൻ വിചാരിച്ച ആവുമല്ലേ? അത് പടച്ചോൻ വിചാരിച്ചില്ല. അങ്ങനെ എനിക്കെന്താ വിഷയം? മങ്ങാട്ടച്ഛൻ കുഞ്ഞായ മുസ്ലിം മങ്ങാട്ടച്ഛൻ പല വിഗ്രഹങ്ങൾക്ക് ആലോചിച്ചോട്ടെ. കുഞ്ഞായ മൂല്യർക്ക് ഇത്ര മതി. സത്യം നീതി ആർക്കുണ്ട്? മങ്ങാട്ടച്ഛൻ അത് മതിയല്ലോ. നൂൽമതി എഴുതിയപ്പോൾ കുഞ്ഞായും മുസ്ലിം നൂൽമതി എഴുതിയിട്ട് മങ്ങാട്ടച്ഛനോട് പറഞ്ഞു, സാമൂതിരിൻ്റെ അടുത്ത് പോയി പറയണം, പിന്നെ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, നബിനെ പറ്റി കവിത എഴുതിയിട്ടുണ്ട്. മങ്ങാട്ടച്ഛൻ തിരിച്ചറിഞ്ഞൂടെ? ഇജ് പൻ്റെ നബിക്ക് എഴുതി വർത്താനൊക്കെ എന്നോട് പറഞ്ഞില്ല, ഞാൻ പോയി പണിയൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്നാന്ന് കേൾപ്പിക്കാം. കേട്ട് നോക്കുമ്പോൾ മങ്ങാട്ടച്ഛൻ അത്ഭുതമായി. മങ്ങാട്ടച്ഛൻ സാമൂതിരി തിരുമനസിൻ്റെ ദർബാറിൽ പോയി പറഞ്ഞു, നമ്മളെ കുഞ്ഞായിനൊരു കവിത എഴുതിയിട്ടുണ്ട്. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു. നബിയെ പറ്റിയാണ്. എന്നാ കൊണ്ടുവരാൻ പറഞ്ഞു. ദർബാർ ചെല്ലിയപ്പോൾ സാമൂതിരി തന്നെ അത്ഭുതപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, അത് നാടാകെ പ്രചരിപ്പിക്കാനുള്ള എല്ലാ പണവും ഖജനാവ് അനുവദിച്ചിട്ടുണ്ട്. ആരാ? ആദ്യത്തെ റസൂലുള്ളാഹിനെ പറ്റിയുള്ള കവിതാ സമാഹാരം കുഞ്ഞായി മുസ്ലിയാർ എഴുതിയ കവിതാ സമാഹാരം ആരെ ചെലവിൽ അവിടെ പ്രസിദ്ധീകരിക്കുന്നത്? എന്തേ വിലക്ക്? ഇവരൊക്കെ ദൈവങ്ങളും വിശ്വാസങ്ങളും ഒന്നാണോ? ആണോ? അല്ല. ഇവരൊക്കെ തമ്മിൽ ബന്ധം, ധർമ്മം, സത്യം, നീതി. അവരെ മനസ്സിൽ നബി അവരുടെ നബി അല്ല. പക്ഷെ അവരെ മനസ്സിൽ നീതിക്ക് വേണ്ടി ജീവൻ കളഞ്ഞൊരു വലിയ മനുഷ്യനാണ് ആര്? മുഹമ്മദ് നബി. അപ്പോൾ ആ മനുഷ്യനെ പറ്റി ഒരു കവിത ഉണ്ടാക്കിയോ പാട്ടുണ്ടാക്കിയാലോ എഴുതി വിട്ടാലോ അത് പ്രചരിപ്പിക്കാൻ അതിൽ ദൈവത്തിന് ഇഷ്ടമാണ് ഉണ്ടാകുക എന്ന വിശ്വാസം ഉണ്ട് ആർക്ക്? അതല്ലേ മനുഷ്യന്മാർ അവിടെ. അത്രയല്ലേ മനുഷ്യന്മാർ നോക്കണ്ടുള്ളൂ. പടച്ചോനെ ഒന്നാക്കണ ഈ ലോകത്തെ നമുക്ക് കഴിയുമോ? പ്രബോധനം നടത്താം, അത്ര തന്നെ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ബലാഗുൽ മുബീൻ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരും ഒന്നാക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. ഇതിൻ്റെ ആവശ്യമില്ല. നിർബന്ധിക്കാൻ പാടില്ല. അതേസമയത്ത് സത്യത്തിനും ധർമ്മത്തിനും വലിയ വിലയാണ്, ഭയങ്കര വില. യുദ്ധം ചെയ്യുന്ന നിങ്ങൾ യാത്ര പോകുമ്പോൾ ഏതെങ്കിലും ആളുകൾ ഷിർക്കിൻ്റെ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ഇത്തിക്കാഫിരുന്നിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വാൾ ഉയർത്തുകയോ ശബ്ദപ്പെടുത്തുകയോ അവരെ അലോരസപ്പെടുത്തുകയോ ചെയ്യരുത് കൽപ്പന. എന്തേ? അവരുടെ വിശ്വാസപ്രകാരം ഒരു നന്മയാണ് ചെയ്യുന്നത്, ഒരു പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥന കൊണ്ട് നന്മയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒരു മരങ്ങൾ മുറിക്കാൻ പാടില്ല. അതുകൊണ്ട് ലോകത്തിന് നന്മ ഉണ്ട്. അതല്ലേ നമ്മളെ വിശ്വാസം, അതല്ലേ നമ്മളെ ചിന്ത, അതിനല്ലേ നമ്മളെ പഠിപ്പിച്ച്. ഇപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളെന്താ പറയണത്? ഒരു ബോധമുണ്ട്. ഒരു മനുഷ്യൻ മരിക്കണ ദിവസം ആ മനുഷ്യനെതിരെ സ്റ്റാറ്റസ് വെക്കുക. ആര്? മാപ്പിളാര്? എന്ത് മനുഷ്യന്മാരവർ? ആ മനുഷ്യനെതിരെ ശരിയാണ്, അങ്ങനെ തന്നെയാണ് മരിക്കേണ്ടത്, അങ്ങനെയാണ് കുരുത്തക്കടാണ് തപ്പിപ്പറയുന്നത്. ഇജിപ്പോൾ കുരുത്തക്കത്തിലാന്ന് ആരെ പറഞ്ഞു? ഇജ് കുരുത്തത്തിലാന്ന് ആരെ പറഞ്ഞേ? അതെ അതെ. ഞാൻ 26 കൊല്ലത്തിനുള്ളിൽ ഒരു കൊല്ലത്തിൽ എത്ര വട്ടാ ഗാന്ധിജിയുടെ നന്മ പറയാറുള്ളത്? ആ മനുഷ്യൻ നല്ല മനുഷ്യനായതുകൊണ്ടല്ലേ ഈ രാജ്യം ഇങ്ങനെ പോണത്. ആ മനുഷ്യൻ ചെയ്ത സേവന ആരാ ചെയ്ത്? ബാക്കി എനിക്കറിയൂല, നമുക്കെല്ലാം അറിയോ? ഒന്നും അറിയില്ലല്ലോ,
നമുക്ക് എന്താ അറിയാം? ഇജ്ജ് സ്വർഗത്തിലാണ് എനിക്കറിയാം. വേറെ എന്തിനെന്ത് പറയണം? അവരൊക്കെ നന്മയാണ് ചെയ്തത്. നന്മ ചെയ്തവരെ ഒരിക്കലും അല്ലാഹു തആല വെറുതെ ആക്കൂല. അതുറപ്പാണ്. എൻ്റെ പടച്ചവൻ വെറുതെ ആക്കൂല. അത് എന്താ പിന്നെ അതൊന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റിയൊന്നും എനിക്ക് എല്ലാ വിവരവും ഇല്ലല്ലോ. ദുനിയാവിലുള്ള എനിക്ക് തന്നെ വളരെ കുറഞ്ഞ വിവരമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ അത്രയും വിവരമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ മുന്നിൽ ആളാകാനേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 4 വിവരമുള്ളവർ ഇവിടെ വന്നാൽ വന്നിരുന്നാൽ അന്ന് എൻ്റെ ക്ലാസ് അവസാനിക്കും ചെയ്യും. എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ ആളാകുകയാണ്. അത്ര നിങ്ങളെന്നും ഇങ്ങനെ തന്നെ പോകും വേണം. കാരണം നിങ്ങൾക്കൊരു വിവരമില്ലായ്മ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. പഠിച്ചോ എൻ്റെ കച്ചവടം നടന്നു പോകുമല്ലോ. അല്ല എന്തില്ല. ഗാന്ധിജിനെ കുറ്റം പറയിച്ചാൽ ഞാൻ ഗാന്ധിജിനെ കുറ്റം പറയാം. എൻ്റെ രാഷ്ട്രത്തിൻ്റെ പിതാവാണ്. ഒരാളെ ഞാൻ കുറ്റം പറയില്ല. അങ്ങനെ ഒരാളെ ഞാൻ കാഫറാക്കൂല. എൻ്റെ ജീവിതത്തിൽ ഒരാളെ ഞാൻ കാഫറാക്കിയത് എനിക്ക് കണ്ടെത്താൻ കഴിയില്ല ഒരിക്കലും. കാര്യങ്ങൾ പറയും, അത്രയേ ഉള്ളൂ. അതാരോട് പറയും, അതത്രയേ ഉള്ളൂ. തെറ്റാണെങ്കിൽ മാപ്പ് പറയും, അതിൻ്റെ പ്രശ്നം. തെറ്റെന്ന് പറയും, അതിനെന്താ പ്രശ്നം? പ്രശ്നം എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത്? എന്താ തെറ്റ് മാപ്പ് പറയുന്നത്? പിന്നെ മുമ്പ് ഇടക്കിടക്ക് പിന്നെ മാപ്പ് പറയും. ആയിക്കോട്ടെ, ഒരാൾ 70 വട്ടം ഒരു ദിവസം മാപ്പ് പറഞ്ഞാൽ അത് പുറത്തു കൊടുക്കുന്നല്ലേ. ഒരു ദിവസം എത്ര വട്ടം ഒരു തെറ്റിയത് പിന്നെ മാപ്പ് പറഞ്ഞ്, പിന്നെയും തെറ്റിയത്, അതേ തെറ്റിയത് പിന്നെ മാപ്പ് പറഞ്ഞ്, ഒരു ദിവസം ഒരു തെറ്റ് 70 വട്ടം ചെയ്തിട്ട് ഇടക്കിടക്ക് ഈ 70 മാപ്പ് പറഞ്ഞാലും അല്ലാഹു തആല എന്ത് ചെയ്യും? പിന്നെന്താ എങ്ങനെമാരെ പ്രശ്നം? പക്ഷെ അങ്ങനെയല്ലേ? നമുക്ക് വഴിയില്ലല്ലോ. നമ്മൾ വിവരമില്ലാത്തവരല്ലേ. സ്വഹാബികൾ തന്നെ വിവരമില്ലാത്തവരാണെന്ന് ഖുർആൻ പറഞ്ഞു. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. അപ്പോൾ നമുക്ക് തീരെ വിവരമില്ല. നമുക്ക് എന്ത് വിവരമുള്ളത്? നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോവുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കണം. ബാക്കി നമുക്കറിയില്ല. അല്ലാഹു അഅലം. നമ്മൾ സത്യം, ധർമ്മം, നീതി അതിൻ്റെയൊക്കെ കൂടെ നിൽക്കണം. അതേസമയത്ത് ഷിയ വിശ്വാസം തെറ്റാണ്, 100% തെറ്റാണ്. പക്ഷെ ഷിയാക്കൾ ഒരു വിഭാഗം മാത്രമല്ല ഉള്ളത്, പല വിഭാഗങ്ങളുമുണ്ട്. അവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖത്താബിനെ ചീത്ത പറയുന്നവരുണ്ട്. എന്നാൽ ഇവരൊന്നും അങ്ങനെയല്ല. ആ വിശ്വാസങ്ങളും ചിന്താധാരകളും മുഴുവനും അലി ഖംനായി നിരോധിച്ചു എന്നല്ല. ഈ മുഹറം മാസത്തിൽ ഉള്ള എന്ത് ഈ നെഞ്ഞത്തടിച്ച് ചോര പൊട്ടിക്കൽ അലി ഖംനായി നിരോധിച്ചിട്ടുണ്ട് ഇറാനിൽ. അത് ഇറാനിൽ പുറത്ത് നടക്കണം, ഇറാനിൽ നടക്കൂല. അപൂർവമായി രഹസ്യമായി ചെയ്താലേ ഉള്ളൂ, മറ്റേ നടക്കൂല. ഇറാനിൽ അത് നിരോധിച്ചു. ചില ഷിയാക്കൾ ആയിഷ ബീവിയെ ചീത്ത പറയും, എന്നാൽ അലി ഖംനായി നിരോധിച്ചു. ആയിഷ ബീവിയെ കുറിച്ച് മിണ്ടാൻ പാടില്ല. വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ അഖ്റബു ഇലൽ ഹഖ്, ഹക്കിലേക്ക് വളരെ അടുത്ത ആളുകളാണ്. എന്നാലും ഷിയാക്കളുമാണ്. ചിലപ്പോൾ അത് പൊളിറ്റിക്സ് ആയിരിക്കും, നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല. എന്നാൽ ഷിയാക്കളുടെ കൂട്ടത്തിലേക്ക് പോകണ്ട. ഷിയ തെറ്റാ വിശ്വാസമാണ്. അതേ സമയത്ത് എന്തിനുണ്ടാവും? എന്ത് ഇപ്പൊ ഉദാഹരണം പോലെ സ്വർണത്തിന്റെ പീടിയ, അതിലുണ്ടാവും. ആ സ്വർണത്തിന്റെ ഇരട്ടിന്റെ ഇരട്ടി അതിൽ പൊടി ഉണ്ടാവും. മനസ്സിലായില്ല? എന്ത് അയക്ക് അവിടെ ഇപ്പൊ സ്വർണത്തിന്റെ പീടിയ അങ്ങോട്ട് തട്ടിക്കുട്ടി എടുത്താൽ സ്വർണത്തിന്റെ 4 ഇരട്ടി ആ പീടിയയിൽ എന്താണെങ്കിലും എന്തുണ്ടാവും? അഴുക്കുണ്ടാവും. അതുറപ്പ്. അപ്പൊ സ്വർണത്തിന്റെ അടിയിൽ എന്തുണ്ട്? അഴുക്കുണ്ട്. അഴുക്കിനടിയിൽ സ്വർണ്ണം ഉണ്ടാവും. ഇപ്പൊ ഞെളിയം പറമ്പിൽ കൂട്ടിയിട്ട് ആ സാധനത്തിന്റെ ഇടയിൽ മാന്തി നോക്കുകയാണെങ്കിൽ ഇടക്കിടക്ക് വല്ല സ്വർണ്ണം മാലിയും സ്വർണ്ണവിടെയൊക്കെ കിട്ടും. അപ്പൊ അതെല്ലാം കൂടി എന്തല്ല? അപ്പൊ സ്വർണ്ണപ്പുഴയിൽ മുഴുവനും സ്വർണ്ണമല്ല, അഴുക്കിൽ മുഴുവനും അഴുക്കുമല്ല. അത് മനസ്സിലായിക്കളി. സ്വർണ്ണപ്പുഴയിൽ അഴുക്കുണ്ടാവും, അഴുക്കിനിടയിൽ സ്വർണ്ണം ഉണ്ടാവും. സ്വർണ്ണപ്പുഴയിൽ കക്ക നടക്കുന്നതിനേക്കാൾ നെളിയം പറമ്പ് പോയാണ് മാന്തുകയാണ്. എവിടുന്നെങ്കിലും ഒരു വെള്ളട്ടാക്കൂല. കാരണം ഇതെല്ലാം കൂടി അടിച്ചിട്ടില്ല. ആ അഴുക്ക് മാന്താൻ എനിക്ക് കഴിയണം, എന്നാൽ എനിക്ക് സ്വർണം കിട്ടും. മിക്കവാറും എനിക്ക് ആ നെളിയം പറമ്പിൽ ആ സാധനം ഇളക്കി മരിക്കുമ്പോഴത്തിന് നിനക്കും എൻ്റെ കുടുംബത്തിനൊക്കെ കഴിഞ്ഞുവിടാനുള്ളത് കിട്ടും. ഗൾഫ് പോകുന്ന ആവശ്യമുണ്ട്. പക്ഷെ അത് സഹിച്ച് കൂടെ കുറച്ച് പണിയാണ്. അങ്ങോട്ടുണ്ടാവും ഇങ്ങോട്ടുണ്ടാവും. ചീത്തനടിയിൽ നല്ലതുണ്ടാവും, നല്ലതിനിടയിൽ ചീത്തയുണ്ടാവും. മനസ്സിലായിക്കൂടി? കുട്ടിയെ ഇറാനെ മറ്റൊന്നും പറയണ്ട, നമുക്കതിനെ പറ്റൊന്നും അറിയൂല. ആ വിശ്വാസധാരയെ നമ്മൾ ഒഴിവാക്കണേ. ആ വിശ്വാസധാരയെ നമ്മളില്ലല്ലോ. അതേസമയത്ത് അതിലും നല്ല മനുഷ്യന്മാരുണ്ടാവും. ഓരോരുത്തരെയും അല്ലാഹു തആല അവരെ നിയ്യത്ത് കൊണ്ടാണ് മനുഷ്യരെ കൊണ്ടുവരും. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതും എന്നെ ഇടക്കിടക്ക് ചിന്തിപ്പിക്കുന്നതുമായ ഒരു ഹദീസാണ്. കുല്ലു യുബഅസൂന അലാ നിയ്യാതിഹിം. ആളുകളിൽ ഭൂരിപക്ഷം ആളുകളെയൊക്കെ അല്ലാഹു തആല മനുഷ്യരെ കൊണ്ടുവരിക എങ്ങനെയാണ്? നിയ്യത്തുമലാണ്. നിന്റെ കർമ്മത്തിനേക്കാൾ നോട്ടം എന്തിനാണ്? നിന്നെ നീയത്തില. എൻ്റെ നീയത്തെന്ത്? അപ്പോൾ ചില കർമ്മം ചെയ്തവർ നരകത്തേക്ക് കൊണ്ടിരും. കാരണം ഒരു നീയത്ത് മോശം.
എന്നാൽ ചില നമ്മൾ മോശമെന്ന് വിചാരിക്കുന്ന ചില വ്യക്തികളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. കാരണം അവരുടെ നിയത്ത് വളരെ നല്ലതായിരിക്കും. നമുക്ക് പറഞ്ഞ് മനസ്സിലായോ? മനുഷ്യനെ മേശറി തീരുമാനിക്കുക എന്തുമലാണ്? നിയത്തുമലാണ്. അത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു അവിശ്വാസികൾ എന്ന് പറയണ്ട, സത്യവിശ്വാസികൾ കൂട്ടിക്കാളി. അതിൻ്റെ അപ്പുറം എനിക്കറിയില്ല എന്ന് അല്ലാഹു അഅലം. അതിന് എന്നോട് ചോദിച്ചൊരു കാര്യമല്ല, എനിക്കറിയില്ല. അത് അങ്ങനെ അല്ലാത്തതുകൊണ്ടല്ല, എനിക്കറിയാത്തതുകൊണ്ടാണ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിത്തന ഉണ്ടാക്കും. അപ്പം ഇനി ബാക്കി കൂടി പറഞ്ഞാൽ നിങ്ങൾ വിത്തന എങ്ങനെയായിരിക്കും അല്ലാഹു അഅലം. അതുകൊണ്ടാണ് എനിക്കറിയൂല. ഒരു കാര്യം ഉറപ്പാണ്, ഒരു മനുഷ്യന് ഒരു നന്മ നിയത്ത് വെച്ച് ഒരു നന്മ ചെയ്യണമെങ്കിൽ അത് അല്ലാഹു അവനെ പൊരുത്തപ്പെട്ടുകൊണ്ട് മാത്രമായിരിക്കും. അപ്പം അതിനൊന്നും ഒരു വെറുതെ ആവൂല. അല്ലാഹു അത്രയും ഗഫൂർ റഹീമല്ലേ. അപ്പോൾ ചുരുക്കത്തെ അവസാനിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞാൽ തീരൂല. പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞേ ഉള്ളൂ, പറഞ്ഞാൽ തീരൂല. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന് എന്ന് പറഞ്ഞാൽ അതൊരു നിലപാട് തന്നെയാണ്. ആ നിലപാടിനെ ഉയർത്തിപ്പിടിക്കൽ എല്ലാവർക്കും ബാധ്യതയാണ്. ആ നിലപാട് ഒരാളാണ് ഉയർത്തിപ്പിടിച്ചാലോ അവന് കൽഖാബിലി അലൽ ജമർ, തീക്കട്ട പിടിക്കുമ്പോൾ ജീവിക്കേണ്ടി വരും. അവന് സുഖിക്കാൻ തന്നെ കഴിയില്ല. ഒരു നിലപാടുണ്ടായി ടിപ്പു സുൽത്താന്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ കൊന്നത്. എല്ലാ രാജാക്കന്മാരും ബ്രിട്ടീഷുകാർ വന്നു. രാജാക്കന്മാരിൽ പല രാജാക്കന്മാർക്കും ബ്രിട്ടന്റെ കീഴിൽ ഇന്ത്യ വന്നതിന് ശേഷം നാട്ടുരാജാക്കന്മാർക്ക് ആവശ്യമായ വാർഷിക സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ആര്? ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ചെലവിൽ കഴിഞ്ഞുകൂടിയ നാട്ടുരാജ്യങ്ങളില്ലേ? മനസ്സിലായില്ല? പല ഞാൻ പേര് പറഞ്ഞാൽ പിന്നെ അതൊരു വിഷയമല്ലട്ടെ പ്രശ്നം. അത് അവരെ പറ്റി ഒരു മോശമായി നിങ്ങൾക്ക് ചിന്ത ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാത്തത്. ഇപ്പൊ മുസ്ലിങ്ങളായ ചില നാട്ടുരാജാക്കന്മാർക്ക് വർഷത്തിൽ വേണ്ട സമ്പത്ത് ആര് കൊടുക്കും? ബ്രിട്ടീഷ്. അങ്ങനെ നിലനിന്ന രാജകുടുംബങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി തെറ്റിദ്ധരിക്കും. തെറ്റല്ല, നിങ്ങൾ ശരി ധരിക്കും. പക്ഷെ ശരി ധരിച്ചാൽ തന്നെ ഇപ്പത് തെറ്റാണ്. ഞാൻ പറയുന്നത് നല്ലതല്ല. അതേ സമയത്ത് ടിപ്പു സുൽത്താൻ ബ്രിട്ടൻ കൊല്ലുന്ന വരെ അവർക്ക് സമാധാനം ഉണ്ടായില്ല. എന്തുകൊണ്ട്? ടിപ്പുവിന് എന്തുണ്ട്? 5 വക്ത് നിസ്കാരം ഈ മുസ്ലിം രാജാക്കന്മാർക്കുണ്ട്, ഈ ടിപ്പുവിനുണ്ട്. നിസ്കാരം റമദാനിൽ അവരും നോൽക്കുന്നുണ്ട്, ഇവരും നോൽക്കുന്നുണ്ട്. തിരിഞ്ഞില്ല. അതേ സമയത്ത് ഇവരെ കൊല്ലാൻ ബ്രിട്ടീഷുകാർക്ക് ഒരു താല്പര്യമില്ല. നിങ്ങൾ ഇന്ത്യ കൂടല്ല. അതായത് ഇന്ത്യ ബ്രിട്ടന്റെ കീഴിലായിട്ട് പോലും ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ കൊന്നു. അതേ സമയത്ത് ചില രാജാക്കന്മാർക്ക് എല്ലാ സൗകര്യം ആര് കൊടുത്തു? ബ്രിട്ടീഷുകാർ കൊടുത്തു. എല്ലാ സൗകര്യം കൊടുത്തു. നിസ്കാരത്തിൽ ഇവർ തമ്മിൽ ഒരു തർക്കമില്ലേനും. ആ രാജാക്കന്മാരും 5 വക്ത് നിസ്കരിക്കും, ടിപ്പു 5 വക്ത് നിസ്കരിക്കും. ആരാ മുസ്ലിം രാജാക്കന്മാർ റമദാൻ നോമ്പെടുക്കും, ഹജ്ജിന് പോവും, കഅബനെ മുത്തും, മറ്റേ കിണറിൽ വെള്ളം രാവും പകലും കുടിക്കും. പിന്നെ മറ്റെന്താ രാവിലെ എണീറ്റാലും വെള്ളം കുടിക്കും, രാത്രിയും കുടിക്കും. വെള്ളം കുടിച്ച് കയറുന്നിട്ട് കിടക്കും. അങ്ങനെ വെള്ളത്തിനൊക്കെ പിടിച്ച് യാസീനോടിയൊക്കെ കിടക്കും. മനസ്സിലായില്ലേ? ബ്രിട്ടീഷുകാർ പൈസയും കൊടുക്കും. അങ്ങനെ ചെലവും കഴിഞ്ഞു പോകും ഈ രാജാക്കന്മാർക്ക്. അപ്പൊ ചരിത്രത്തിൽ വായിച്ച അവർ നല്ല മനുഷ്യന്മാരാണ്. അതേ സമയത്ത് അങ്ങനെ തന്നെ അതേ അമലൊക്കെ ഉള്ള ടിപ്പുവിനെ കൊല്ലുകയും ചെയ്തു. എന്തുകൊണ്ട്? എന്താ പ്രശ്നം? ടിപ്പുവിന് എന്തുണ്ട്? നിലപാടുണ്ട്. ഇവർക്ക് കഴിഞ്ഞുകൂടുന്ന നിലപാട്. നിങ്ങൾ ഇന്നെ കൂടെ തൊള്ളയും എല്ലാം ഇട്ടാണ്ട് അവസാനം മാന്തി പറയിപ്പിക്കും രാജകുടുംബത്തിന്. ഞാൻ പറയുന്നില്ല, പറഞ്ഞ മോശം പറയണ്ട, മോശം. ഇപ്പൊ ചരിത്രത്തിൽ നിങ്ങൾ അവരൊക്കെ വലിയ മാറ്റപ്പെടുത്തിയാണ് എഴുതിയിട്ടുള്ളത്. വലിയ വലിയ മഹാന്മാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പറഞ്ഞിട്ടൊന്നും മക്കത്തുനിന്ന് കൊണ്ടുവന്ന രാജകുടുംബമാണെന്ന്. ഇവര് ബ്രിട്ടീഷുകാർ അടിമയായിരുന്നു. ടിപ്പുവിനുള്ളത് എന്താണ്? നിലപാടാണ്. ആ നിലപാടിനപ്പുറം ഒരുത്തനെ അംഗീകരിക്കില്ല. അവിടെ പ്രശ്നം. അപ്പൊ ടിപ്പു ചെറുപ്രായത്തിൽ മരിക്കേണ്ടി വന്നു. കൊന്നു. ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്? മൈസൂർ കോട്ടയിലേക്ക് ബ്രിട്ടീഷുകാർ കയറുന്നത്. അപ്പുറത്ത് പൊളിച്ചു കൊടുത്തു. ഇവിടെ കയറിയപ്പോൾ ടിപ്പു ആ ചോറ് തിന്നണ കൈയും കൊണ്ട് ഓടി. അങ്ങനെ ഷഹീദായത്. ഭക്ഷണം കഴിച്ച് തീർത്തിട്ടില്ല, അതിൻ്റെ ഇടയിൽ ഷഹീദായി ടിപ്പു. അള്ളാഹു തആല പുറത്തു നിലപാടാണ്. പക്ഷെ ആ മനുഷ്യന്മാരെ ആര്? ടിപ്പുവിന് ലോകമൊക്കെ അറിയും. എന്തുകൊണ്ട്? ടിപ്പു ആരാണ്? നിലപാടുള്ള വ്യക്തിയാണ്. ലോകം അവസാനിച്ചാലും ടിപ്പുവിനെ മറക്കൂല. ടിപ്പു നിലപാടുണ്ട്. മനസ്സിലായില്ല? അല്ലല്ല, ആ ചോറ് തിന്നണ കൈയും കൊണ്ട് പടക്കളത്തിലേക്ക് ഓടീൻ. ആ ചോറും തിന്നണ കൈ കൊണ്ട് പടക്കളത്തിൽ ഓടിയിട്ട് ആ ചെയ്തായി. അപ്പൊ ചെയ്തായി.
ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രിട്ടീഷ് കോട്ട ഇതിൽ പൊളിച്ച് കയറിയെന്ന് അറിയണത്. അപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ഈ ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഓടി, അപ്പോൾ ഷഹീദായി. ഇതൊന്നും അവർ കയറൂല. എല്ലാ കോട്ടയ്ക്കും ഇവർ കയറിയിട്ടില്ല. ഒരു വിവരം അറിയിക്കും, നമ്മളെ മേൽക്കോയ്മ അംഗീകരിക്കണം. അംഗീകരിക്കാം. ഇപ്പൊ നിലപാട് മാറി. ഇവർ പറഞ്ഞാൽ ആരാണ്? ലോകത്തെ എല്ലാ തിന്മയുടെയും ആളുകളാണ് ഇവർ അംഗീകരിക്കൂല. ഇവർ വന്നാൽ ഞങ്ങൾ നാട് നാശവും. നിങ്ങൾ പറഞ്ഞ മനസ്സിൽ ഇതന്നെ പ്രശ്നം. മഖ്ദൂമി എന്തുകൊണ്ടാണ് അവർക്കെതിരെ കിതാബ് എഴുതിയത്? നമ്മുടെ പെണ്ണുങ്ങൾ, പോർച്ചുഗീസുകാരെ കൂടെ പെണ്ണുങ്ങൾ വരും, ആ പെണ്ണുങ്ങൾ നാണം മറക്കാതെ റോട്ടിലൂടെ നടക്കും. അത് ഞങ്ങളുടെ കുട്ടികൾ, നമ്മളെ കുട്ടികൾ പഠിച്ച് അവസാനം നമ്മുടെ കുട്ടികളെ സംസ്കാരം പിൽക്കാലത്ത് ആരുടേതാവും? യൂറോപ്യന്മാരുടേതാവും. അതുകൊണ്ട് അവരെ നമ്മൾ പ്രതിരോധിക്കാൻ വേണം. രാജാവ് നമ്മളെ കൂടെയുണ്ട്. ഇതാണ് കിതാബിൽ എഴുതിയത്. ആര്? മഖ്ദൂം. അപ്പൊ മഖ്ദൂം തങ്ങൾ ഇവിടെ ഭരണാധികാരിന്റെ പ്രശ്നമല്ല, സംസ്കാരം മാറും. യൂറോപ്യൻ സംസ്കാരം കയറി വരും. ആ കുഞ്ഞാലി മരക്കാരും ഒക്കെ മരിക്കണം. 4 കുഞ്ഞാലി മരക്കാരും മരിക്കണത്, ഈ 4 കുഞ്ഞാലി മരക്കാരും മരിക്കണത് എന്തിനാണ്? നമ്മളെ നാട്ടിലെ സംസ്കാരം നശിച്ചു പോരുത്. നമ്മളെ പെണ്ണുങ്ങളെ ആണുങ്ങളെ പോലെ നടക്കരുത്. ഇന്ന് രാവിലെ ഞാൻ മൂത്തേടത്തുനിന്ന് ഈ ജാബിറാൻ ഡ്രൈവർ ഞാൻ പോരാണ്. അപ്പോൾ ഞാൻ ഒരു അങ്ങാടിയിലെത്തിയപ്പോൾ ഈ ഭയപ്പെട്ട പെൺകുട്ടികൾ, ജീൻസ് ഇട്ട പെൺകുട്ടികൾ, മുസ്ലിം പെണ്ണുങ്ങൾ ഒരു തട്ടം തോള് കൂടെ ഇട്ടിട്ടുണ്ട്. നേരം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, പഠിച്ചോനെ ഇതൊക്കെ എന്തിനാണ് പിന്നെ ഇവര് ചെയ്തത്? ഓല് മരിച്ചത് ഇപ്പൊ ഇതൊന്നും ഇല്ലാതാകാനല്ലേ, പിന്നെ ഇപ്പൊ എന്തുണ്ടായത്? നിങ്ങൾക്ക് മനസ്സിലായില്ല. മഖ്ദൂം ഈ യുദ്ധം ചെയ്യാൻ പറഞ്ഞു, കിതാബ് എഴുതിയതും കുഞ്ഞാലി മരക്കാർ ചോര ചിന്തി മരിച്ചതും നമ്മളെ പെണ്ണുങ്ങൾ നാശാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്നിപ്പോ രാത്രി 10 മണി 12 മണി ആടായ നാട് നമ്മൾ ഈ ജീൻസ് ഇട്ട് നമ്മളെ പെൺകുട്ടികൾ ഫുൾ ജാർ സോഡയും കുടിച്ച് ചാടുകയാണ്. പിന്നെന്തിനും പുലി മരിച്ചു? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? എന്തിനു വെച്ച്? ഒരു മനുഷ്യന് ഇന്ന് നീതീകരണമില്ല. ഇന്നിപ്പോ ചരിത്രം മാത്രമാണ്, നീതീകരണമില്ല. മനസ്സിലായോ? ഇന്നിപ്പോ നമ്മളെ പെൺകുട്ടികൾ ജീൻസ് എടുത്ത് ചാടുക, ടോപ്പ് വയറ്റിന്റെ മുക്കാൽ ഭാഗത്തുനിന്നൊരു ടോപ്പ് ആണോ അല്ലേ? പറ ഒരു കുപ്പായം ഇന്ന് നമ്മളെ പെൺകുട്ടിയൊക്കെ ഇറങ്ങണില്ല. ഇന്ന് നമ്മളെ ജീൻസിന്റെ മേലെ എത്തുന്ന ടോപ്പ് ഒന്ന് കുനിഞ്ഞാൽ ഇതിങ്ങോട്ട് കയറും. ആണോ അല്ലേ? ഒന്ന് 2 അടിയാണ് വെച്ചാൽ പുക്കളടക്കം പുറത്തേക്ക് കാണും. മുൻഭാഗത്തിലൊന്നുമില്ല. അങ്ങനത്തെ കുട്ടി, അങ്ങനത്തെ അതല്ലേ ഇപ്പൊ ഇന്നത്തെ വസ്ത്രം? അങ്ങനെ അതല്ലേ വസ്ത്രം? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. ഇന്നിപ്പോ രാവിലെ എൻ്റെ കുട്ടികൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെരുന്നാളിന് വസ്ത്രം എടുക്കണം. ആയിക്കോട്ടെ, അപ്പൊ വസ്ത്രം എടുക്കാം. നിങ്ങൾ വെച്ചാണല്ല, വസ്ത്രത്തിന് പൈസക്ക് വാപ്പ തരാം. പക്ഷെ നിയമമുണ്ട്. എന്താ നിയമം? നമുക്കൊരു നേതാവുണ്ട്, നമുക്കൊരു കിതാബുണ്ട്, നമുക്കൊരു വ്യവസ്ഥ ഉണ്ട്. നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്, പക്ഷെ ആ വ്യവസ്ഥക്ക് അപ്പുറത്തേക്ക് പോകരുത്. പൈസ തരാം, പൈസ എത്ര പൈസ തരാം, ഇൻഷാ അല്ലാഹ്. വസ്ത്രം എടുക്കാനല്ലേ, ഒന്നും പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് പ്രശ്നം, വസ്ത്രത്തിന് അത്ര വലിയ വിലയൊന്നുമില്ല. 1000 2000 വസ്ത്രം എടുത്തോളം പ്രശ്നമില്ല. പക്ഷെ നമുക്ക് എല്ലാ വസ്ത്രം എടുക്കാൻ പറ്റില്ല. നമ്മൾ ആരാണ്? നമ്മൾ മുസ്ലിങ്ങളാണ്. നമുക്കൊരു കിതാബുണ്ട്, നമുക്കൊരു നേതാവുണ്ട്. لعن الله المتشبهين من الرجال بالنساء ولعن الله المتشبهات من النساء بالرجال എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആണുങ്ങളെ കൂട്ടത്തിൽ പെണ്ണുങ്ങളോട് സദൃശരാകുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആണുങ്ങളോട് സദൃശരാകുന്ന പെണ്ണുങ്ങളെയും അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങളാ വസ്ത്രം അണിഞ്ഞ് നിങ്ങളാ നിൽക്കുന്ന നേരത്ത് മരിക്കാലോ. നിങ്ങളെ കണ്ടി വണ്ടി അങ്ങനെ തന്നെ ആക്സിഡന്റ് പെട്ട് നിങ്ങൾ മരിക്കാലോ. അപ്പൊ മരിക്കുന്ന നേരത്തെ നിങ്ങളെ വസ്ത്രം ഇതാണെങ്കിൽ അള്ളാഹിന്റെ ഹദറത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെ വസ്ത്രം എന്തായിരിക്കും? നിങ്ങൾ മരിച്ച വസ്ത്രം. മനസ്സിലായില്ല? ഒരു മനുഷ്യൻ മഹ്ശറിൽ ഓന്റെ വസ്ത്രം എന്താണ്? അങ്ങോട്ട് വരുന്ന വന്നാലെടുത്ത് അപ്പൊ അവന് ടോപ്പില്ല, ഇനി ഇവിടെ മറച്ചിട്ടില്ല, പാൻറ് ഇട്ട് പോയാണ്, ജീൻസ് ഇട്ട് പോയപ്പോഴാണ് മരിച്ചത് എങ്കിൽ അവൻ അങ്ങനെ വരേണ്ടി വരില്ലേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വസ്ത്രത്തെ പൈസ എൻ്റെ വിചാരണ്ട, അപ്പം ഇല്ലാത്ത കാലാണെങ്കിൽ കഷ്ടപ്പെട്ടാണെങ്കിൽ പൈസ തരാം. പക്ഷെ നമുക്കൊരു നേതാവുണ്ട്, നമുക്കൊരു കിതാബുണ്ട്, നമുക്കൊരു വ്യവസ്ഥ ഉണ്ട്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? പൈസ തരാൻ പ്രശ്നമില്ല, അതൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് വ്യവസ്ഥ ഉണ്ട്. ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നാൽ ഇതൊന്നും ഇന്ന് നമുക്ക് എന്തിനാണ് കുഞ്ഞാലി മരക്കാർ? ഇതൊരു നിലപാടാണ്, ഇസ്ലാമിൻ്റെ നിലപാടാണ്. യൂറോപ്യന്മാരെ വസ്ത്രം നമ്മളെ വസ്ത്രമല്ല, യൂറോപ്യന്മാരെ വേഷം നമ്മളെ വേഷമല്ല, യൂറോപ്യന്മാരുടെ രീതി നമ്മളെ രീതിയല്ല.
ഇപ്പം നമ്മളെ ഭക്ഷണ രീതി തന്നെ മാറിപ്പോയി. ഉദാഹരണം പറയാം, നമ്മളെ ഭക്ഷണം അടിസ്ഥാനപരമായി മേശയും പിന്നെ ഇതുള്ള ഭക്ഷണം നമുക്കില്ല. അത് യൂറോപ്യൻ ഭക്ഷണമാണ്. എന്ത് അതായത് ഡൈനിങ് ടേബിളും സ്റ്റൂളിൽ ഇരുന്ന് കഴിക്കുന്ന ഭക്ഷണ രീതി ലോകത്ത് കൊണ്ടുവരുന്നത് ആരാ? യൂറോപ്യൻസ്. ഹിന്ദുക്കളുടെ ഭക്ഷണ രീതി അങ്ങനെയല്ലല്ലോ. കഴിയാത്തതാണ്. ഇതാണ് നമ്മളെ ഭക്ഷണ രീതി. അങ്ങനെ നമ്മളിരിക്കുക. ഹൈന്ദവ സഹോദരങ്ങളുടെ ഭക്ഷണ രീതി എങ്ങനെ ഇതന്നെ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം. ഇങ്ങനെ ഭക്ഷണ ഇങ്ങനെ ഇരിക്കാം. രണ്ടാണെങ്കിലും എന്തിലാണ്? രണ്ടാണെങ്കിലും ഹൈന്ദവ സഹോദരങ്ങൾ ഇങ്ങനെ ഇരുന്ന ഭക്ഷണം കഴിക്കുക. നമ്മൾ നേരത്തെ ഒക്കെ ഞാൻ സുൽത്താൻ സുന്നത്ത് എങ്ങനെ ഇരുന്നാലും എന്തല്ല, തെറ്റൊന്നുമല്ല. ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ തെറ്റല്ല. ഇടത്തെ കാല് വിരിച്ച് വലത്തെ കാല് പൊക്കിയിരിക്കലാണ് സുൽത്താന്റെ രീതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും എവിടെ ഇരിക്കണത്? തറയിൽ. ഹൈന്ദവ സഹോദര ഭക്ഷണ രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ കത്തിരിപ്പുട്ടിലിരിക്കും, കഴിക്കും, കിണ്ണത്തിൽ തറയിൽ അല്ലെങ്കിൽ ഇലയിൽ. ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണം. ആണോ അല്ലേ? അപ്പൊ രണ്ടു കൂട്ടർ ഭക്ഷണ രീതി എവിടെയാണ്? തറയിലാണ്. യൂറോപ്യന്മാരുടെ ഭക്ഷണ രീതിയോ ടേബിളിലാണ്. തീൻമേശ എന്ന രീതി ലോകത്ത് കൊണ്ടുവന്നത് ആരാ? യൂറോപ്യന്മാര്. കത്തി, പോർക്ക് ഇതൊക്കെ കൊണ്ടുവന്ന അവരാണ്. മനസ്സിലായില്ല? ഇതാണ് അവരുടെ ഭക്ഷണ രീതി. കത്തി, പോർക്ക് ഇതെല്ലാം അവരുടെ രീതിയാണ്, നമ്മളെ രീതിയല്ല. സ്റ്റൂളിട്ട് അല്ലെങ്കിൽ കസേര ഇട്ട് മേശപ്പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, 900 മാത്രമല്ല, ഭക്ഷണങ്ങളെ കുറിച്ചുള്ള എത്രയോ പെയിന്റിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പെയിന്റിങ്ങൾ, അതായത് ഒരു കാലം ഫോട്ടോഗ്രാഫി അടുത്ത കാലത്ത് വന്നതല്ലേ. ആദ്യ കാലത്ത് എന്താണ്? പെയിന്റിങ്ങുകളാണ്. ആ പെയിന്റിങ്ങുകളിൽ അവരെ ഭക്ഷണരീതി ഇപ്പോഴും കിട്ടും. പഴയ കാലത്തെ യൂറോപ്യൻ പ്രഭുക്കളുടെ ഭക്ഷണരീതി മേശപ്പുറത്ത്. ഇതിപ്പോ നമുക്ക് വന്നിട്ട് ഏകദേശം ഒരു 25, 30, 35 അല്ലേ? എത്ര ഉള്ളൂ. നമ്മളെ കുട്ടിക്കാലത്ത് വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ടോ? പറയും ഇല്ല. അപ്പൊ പണ്ടുണ്ടെങ്കിൽ അപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പൊ ആദം നബി മുതൽ 980 വരെ നമുക്ക് എന്തില്ല? പറയും ചങ്ങായിമാർ, നിങ്ങൾ ധൈര്യമായിട്ട് പറയും, നിങ്ങൾ പേടിക്കല്ലേ. അപ്പൊ ആദം നബിന്റെ കാലത്ത് ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവുമല്ലോ. നൂഹ് നബിന്റെ കാലത്തും ഡൈനിങ് ടേബിൾ. വീട്ടിൽ വേഗം ഡൈനിങ് ടേബിൾ വാങ്ങല്ല. നമ്മളെ ബാപ്പാക്ക് ഉണ്ടായിരുന്ന ഒരു സാധനം ഇപ്പൊ പോയല്ലോ എന്നിട്ട് വേഗം മരം മുറിച്ച് ഡൈനിങ് ടേബിൾ ഉണ്ടാക്കുമല്ലോ. ആദം നബിന്റെ കാലത്ത് ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ ഷീസ് നബിന്റെ കാലത്തുണ്ടാവും, ഇദ്രീസ് നബിന്റെ കാലത്തുണ്ടാവും. അപ്പൊ അതൊക്കെ എല്ലാം കൂട്ടിയ ആളാണ് നബി. അപ്പൊ അള്ളാഹു റസൂലിന്റെ കാലത്തുണ്ടാവും. കാരണം എൻ്റെ സഹോദരനായ നൂഹ് നബിന്റെ പിന്നെ ഇപ്പൊ റസൂലിനെയും ആയിഷാ ബീവിയൊക്കെ ഉള്ള വീടൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കൂടെ നോക്കുമ്പോൾ എന്തേ നബി വീട്ടിൽ ഉദ്ഘാടനം നടക്കാത്ത? മരം മുറിച്ചായിട്ടില്ല, ഡൈനിങ് ടേബിൾ എത്തിയിട്ടില്ല. ഇന്നിപ്പോ അങ്ങനെയാണ്. ഡൈനിങ് ടേബിൾ അമ്മോശാക്കെങ്കിലും കൊണ്ടേ കൊടുക്കും. ബാക്കിയൊക്കെ ആരുണ്ടാക്കിയാലും അമ്മോശാക്ക അവസാനം അമ്മോശാക്ക കൊണ്ടേ കൊടുക്കുന്നതാണ് എന്ത്? ഡൈനിങ് ടേബിൾ അമ്മോശാക്കെ കൊണ്ടുപോകും. അപ്പൊ എൻ്റെ അള്ളാഹു റസൂൽ സിദ്ദീഖുൽ അക്ബർ ഡൈനിങ് ടേബിളൊക്കെ ഒരു വണ്ടി കയറ്റി ഒന്നുമില്ല. അതേത് വരെ ഇല്ല. അപ്പൊ സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് ഡൈനിങ് ടേബിൾ ഇല്ല. ഇവിടെ വന്ന മാലിക് ദിനാറിന്റെ കാലത്ത് ഡൈനിങ് ടേബിൾ ഇല്ല. ഓലാർക്കും ഇല്ല. ഇന്ത്യ കുട്ടിക്കാലത്തും ഡൈനിങ് ടേബിൾ ഇല്ല. ഇന്ത്യ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ തന്നെയല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? സലാമെ പറയും, 10-50 വയസ്സായവരൊക്കെ പറയാം അല്ലേ? അങ്ങനെ തന്നെ. ഈ 10-50 വയസ്സ് ഇത് സത്യമല്ലേ ഞാൻ പറഞ്ഞേ? അങ്ങനെയല്ലടാ. ഒരു 10, 50, 45, 50 വയസ്സായിരിക്കൊക്കെ ഇതറിയാം. എല്ലാവരും കൂടിയിരിക്കും, സൂപ്പർ വെക്കും. അതെ തളന്ന അതിൽ ഒന്നിച്ചിരുന്ന് കഴിക്കും. ഇതൊക്കെ നമ്മളെ ഭക്ഷണം. 980 വന്നപ്പോൾ നമ്മൾക്ക് യൂറോപ്യൻ സംസ്കാരം അറബ് ലോകം വഴി നമ്മളിലേക്ക് കയറി. ഇത് അറബികൾ നമ്മൾ പിടിച്ച്. അറബികൾക്ക് അപ്പോഴത്തിന് എന്തെത്തി? എത്തി. എന്തുകൊണ്ട്? യൂറോപ്യൻ സംസ്കാരം അറബികൾ സ്വീകരിച്ചു. അപ്പൊ അറബികളുടെ സംസ്കാരം ആ അറബ് നാട്ടിൽ കണ്ട യൂറോപ്യൻ സംസ്കാരം അങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്തു. എന്താ ഇപ്പൊ നമുക്ക് കയ്യിലുള്ളത്? എന്താണ് ഇപ്പൊ കയ്യിലുള്ളത്? യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഒരു ടവലോ മുണ്ടോ എല്ലാവരും ഇങ്ങോട്ട് തരും. യുദ്നീന അലൈഹിന്ന മിൻ ജല. അതുപോലെ കുറച്ച് വലിയതാണ്. അല്ലെങ്കിൽ ഒരു മുണ്ട അവിടെ നിന്ന് എന്ത് ഒരു ഷോൾ എടുക്കുക. അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കുക. എന്തോ വല്ല ഉണ്ടോ? അതെങ്ങോട്ട് കൊണ്ടുവന്നോ? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അത് കാണിച്ചു തരാം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഇതാണ് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അതായത് തല മറച്ച് പിന്നെ
മുഖം മറക്കുന്ന കഷ്ണം മുഖം മറക്കുന്ന കഷ്ണം എങ്ങോട്ട് നീട്ടി? നെഞ്ചിലേക്ക് താഴ്ത്തിയിടണം. ഇതിനീന പെണ്ണുങ്ങൾ താഴ്ത്തിയിടണം. അല്ലെ അങ്ങനെ അപ്പൊ മുഖം മറച്ച ആ കഷ്ണം ഇങ്ങോട്ട് താഴ്ത്തുക. ഏതുവരെ? അവരുടെ നെഞ്ച് മറിയണത് വരെ. മുഖം മറച്ച കഷ്ണം എന്ത് ചെയ്യണം പെണ്ണുങ്ങൾ? ഖുർആനാണ്, ഹദീസാണെങ്കിൽ ലൈഫ് അറിയാം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരെ മുഖം മറച്ച കഷ്ണം എന്ത് ചെയ്യണം? ആ തുണി അവരിങ്ങോട്ട് താഴ്ത്തിയിടണം. എവിടേക്ക്? നെഞ്ച് മറയണം. അപ്പൊ നെഞ്ചിന്റെ വസ്ത്രത്തിന്റെ പുറമേണ്, തിരിഞ്ഞിട്ടില്ല. വസ്ത്രത്തിന് പുറമെ അവർക്ക് ഒരു പർദ്ദ ഉണ്ടാവും. പർദ്ദക്ക് പുറമെ എന്ത് ചെയ്യും? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരെ ജിൽബാബ് താഴ്ത്തിയിടണം. അപ്പൊ മുഖം മറച്ചാൽ പോലെ ആ കഷ്ണം കൊണ്ട് എന്ത് മറയണം? നെഞ്ച് മാറ് മറയണം. കാരണം പെണ്ണുങ്ങൾക്ക് മറഞ്ഞാൽ പോരാ, പിന്നെ മറയണം. കാരണം ആ തൊലി പുറത്ത് കാണാതിരുന്നാലും പോരാ, ആ അവയവത്തിന്റെ ഒരു കതിർ പോലും പുറത്തിറങ്ങാൻ പാടില്ല. ഇപ്പോൾ അവര് വസ്ത്രം ധരിച്ചാൽ അതിന്റെ മേലെ അവര് ഒരു പർദ്ദ ധരിച്ചാൽ ആ പർദ്ദയുടെ മേലെ അവരെ നെഞ്ച് ഭാഗത്ത് രണ്ട് സൈഡ് ഉയർന്നു നിൽക്കും. അതേസമയത്ത് ജിൽബാബ് താഴ്ത്തിയിട്ടാൽ അത് ആരും കാണൂല. അങ്ങനെ വരെ പറഞ്ഞ ദീനാണ് ഇപ്പൊ എന്തില്ലാത്ത. പറ ജീൻസ് ഇട്ട് മുന്നിൽ ഒരു ജീൻസ്, ആ കുപ്പായം കൊണ്ടുണ്ടല്ലോ ആ മുൻഭാഗവും പിൻഭാഗവും ഒന്ന് മറക്കുക, അതുമില്ല. അവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ പോലേക്ക് ചെലവും കൂട്ടി നടക്കണം? ഞാൻ ഇപ്പം നിങ്ങൾക്ക് കേൾപ്പിച്ചത്, ഞാൻ അന്ന് എൻ്റെ കുട്ടികളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കേൾപ്പിക്കാം. അത് വെറുതെ കാക്കണ്ട. ഞാൻ കേൾപ്പിക്കാം. എൻ്റെ കുട്ടികൾക്ക് ഇന്ന് രാവിലെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തു. വസ്ത്രം എടുക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്തൊരു വസ്ത്രം എടുക്കരുത്. നമ്മൾ നല്ല മുസ്ലിമീങ്ങളാണ്, കാലൊക്കെ വളരെ മോഡേൺ ആയി, പക്ഷെ നമ്മൾ അങ്ങനെ മോഡേൺ ആകാൻ പാടില്ല. മനുഷ്യന്മാര് ഏത് നേരവും മരിച്ചു പോകും. അള്ളാന്റെ ആന്തരത്തിലെത്തിയാൽ ഒരു മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് മരിക്കരുത്. അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും ആയുസ് തരട്ടെ. അതേ സമയത്ത് ഒരു മോശപ്പെട്ട വസ്ത്രം എടുക്കാൻ പാടില്ല. ഒരു പരമാവധി ഒരു പിന്നെ മോഡേൺ വസ്ത്രം ധരിക്കാവുന്ന സ്ഥലം അവനാന്റെ വീടാണ്, പുറത്തുണ്ടാകരുത്. നമ്മൾ ചുരിദാർ അത് ഇതൊക്കെ പറയാൻ കാരണം നല്ല ജീൻസും മറ്റും ഇട്ടിട്ട് പെണ്ണുങ്ങൾ നടുറോട്ടിൽ നിൽക്കണേന്, മുസ്ലിം പെണ്ണുങ്ങൾ തട്ടോട്ട് ജീൻസും ഒരു ടോപ്പും ഇട്ട് റോഡ് സൈഡിൽ നിൽക്കണേന് യാതൊരു മടിയും ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾക്ക് ഇല്ല. ഇവരൊക്കെ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ മദ്രസയിൽ പഠിച്ച പെൺകുട്ടികളായിരിക്കും. പക്ഷേ ജീവിതത്തിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ പുതിയ മോഡേണിസത്തിനോട് നമ്മൾ യോജിച്ചു പോയതാണ് കാരണം. അപ്പൊ നമ്മൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമുക്ക് നേതാവുണ്ട്. ആ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളെയും പെണ്ണുങ്ങളെ പോലെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു മുസ്തഫ നബി പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു ദീനുണ്ട്, നമുക്കൊരു കിതാബുണ്ട്, നമുക്കൊരു വ്യവസ്ഥ ഉണ്ട്, നമുക്കൊരു നേതാവുണ്ട്, നമുക്കൊരു പരിധിയുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ഓരോ സെക്കൻഡിലും ആലോചിക്കണം. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്ത വാർത്തയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പോവുകയാണെങ്കിൽ ഓരോ നമുക്ക് ആവശ്യമില്ല. അതിനപ്പുറത്തേക്ക് ഒരു പോവുകയാണെങ്കിൽ പിന്നത്തിന് നമുക്കൊരു പറഞ്ഞ മനസ്സിലായോ? നമ്മളെ എല്ലാം എവിടെ ഒതുങ്ങണം. എന്നാൽ നമുക്ക് കുറച്ചും കൂടി ആ പണ്ടത്തെ കണക്ക് ഒന്നും കൂടി പോയിക്കൂടെ? പോകാം. പക്ഷെ അന്നേ റസൂൽ നിരോധിച്ചെടുത്ത് പോകരുത്. അപ്പൊ ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടെ? ഭക്ഷണം കഴിക്കാം. പക്ഷേ ടേബിളിലെ ഭക്ഷണം പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. പിന്നെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും കൊണ്ടുവന്നു. ഇത് മക്കത്ത് നിന്ന് വന്നതല്ല, ഇത് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയതുമല്ല, മക്കത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോയതുമല്ല, യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. കാരണം ഹിന്ദുക്കൾക്ക് ഇങ്ങനത്തെ ഭക്ഷണ രീതി ഇല്ല, ബുദ്ധന്മാർക്കില്ല, പാർസികൾക്കില്ല, ജൈനന്മാർക്കില്ല, ഒന്നുമില്ല, ക്രിസ്ത്യാനികൾക്കില്ല. ക്രിസ്തുമതം ഉണ്ടായത് ഏഷ്യയിലല്ലേ, ഏഷ്യ സംസ്കാരമല്ല. ക്രിസ്തുമതം എന്നത് യൂറോപ്പിന്റെ മതമല്ല. ഹിന്ദുമതവും ഏഷ്യയുടേതാണ്, ക്രിസ്തുമതവും ഏഷ്യയുടേതാണ്, ജൂതമതവും ഏഷ്യയുടേതാണ്, ഇസ്ലാം മതവും ഏഷ്യയുടേതാണ്. അമ്പിയാക്കളിൽ 90% അമ്പിയാക്കളും എവിടെയാണ്? ഏഷ്യയിലാണ്. 4 വേദഗ്രന്ഥങ്ങൾ ഏഷ്യയിലാണ്. 4 വേദഗ്രന്ഥം ഏഷ്യയിലാണ്.
അപ്പൊ ഏഷ്യൻ സംസ്കാരത്തിൽ ഇതൊന്നുമില്ല. ഏഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകന്മാര്, മഹർഷിമാര്, സന്യാസിമാര്, നേരും നെറിയും ധർമ്മമുള്ള ആളുകൾ വളർത്തിയ ജനതകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഏത് മത അങ്ങനത്തെവരെ ഇവിടെ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടിക്കാലത്ത് വരെ ഹൈന്ദവ സഹോദരിമാർ ബ്ലൗസ് ഇട്ടിട്ട് ബ്ലൗസിൻ്റെ മേലെ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു സാധനം ഒരു നേരിയത് വലിച്ചിടും. എന്തെങ്കിലും ഒരു സാരി തലപ്പായിരിക്കാം, ഒരു തോർത്തുകൊണ്ട് സ്ഥിരം. എന്തുകൊണ്ട്? അതൊരു ധർമ്മം. അവരെ കാബിരി അമ്മ മോൾക്ക് പഠിപ്പിച്ചു, മോൾക്ക് വല്യമ്മ പഠിപ്പിച്ചു, വല്യമ്മക്ക് വല്യമ്മന്റെ അപ്പുറത്ത് പഠിപ്പിച്ചു. അല്ലാതെ യുദിനീന അലീന മിൻ ജലാബീബീന എന്നുള്ള വാക്കൊന്നും അവർക്ക് പഠിച്ചിട്ടില്ലല്ലോ. യുദിനീന അലൈഹിന്ന മിൻ ജലാബീബീന, ഇവിടെ മറക്കണം എന്നൊരു വാക്ക് അവർക്ക് ഖുർആൻ ആ വാക്ക് ഇല്ലല്ലോ, അതവർ കേട്ടിട്ടില്ലല്ലോ. പിന്നെ അവർക്ക് എങ്ങനെ കിട്ടിയത്? അവരെ അമ്മ, അമ്മയുടെ അമ്മ, അമ്മയുടെ 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 അമ്മ, അങ്ങനെ അങ്ങനെ പോണതാണ്. എന്ത് നെഞ്ചും ബ്ലൗസ് ഇട്ടാണ് നടക്കരുത്, ആ ഉയർന്ന സ്ഥലങ്ങൾ ആണുങ്ങൾ കാണും. അപ്പം അതിൻ്റെ അവർ ഒരു തോർത്തുമുണ്ടെങ്കിലും ഇടും, മറ്റേ സാരി തലപ്പിടും, എല്ലാം മറിച്ച് രണ്ട് ഭാഗം, ഒന്ന് ബാക്ക് ഭാഗത്തും സാരി കൂട്ടും. പിന്നെ അതേപോലെ തന്നെ എന്തും ഇല്ലേ, അങ്ങനെയല്ലേ പറ, നെഞ്ചു ഭാഗത്തും കൂട്ടും. ഇങ്ങനെയല്ലേ? ഇതൊക്കെയല്ലേ രീതി? അതെ അതെ, മാറു മറക്കാൻ സമരം ചെയ്തു. മാറു മറക്കാൻ വേണ്ടി എന്തൊക്കെ നടന്നു. മാറു മറക്കാത്തവർക്ക് മാറു മറക്കാൻ വേണ്ടി ടിപ്പു സുൽത്താൻ വസ്ത്രം കൊടുത്തു. ആ നാടിന് പിന്നെ ചേലക്കര എന്ന് പേര് വന്നു. അതാണ് ചേലക്കര. ചേല കൊടുത്തു. ടിപ്പു സുൽത്താൻ ചേല വിതരണം ചെയ്തു. മാറു മറക്കാത്തവർക്ക് മാറു മറക്കാൻ ആ നാടിന് പിന്നിൽ ടിപ്പു ചേല കൊടുത്തതുകൊണ്ട് ആ നാടിന് പേര് വന്നു ചേലക്കര. അതാണ് ചേലക്കര. ടിപ്പു ചേല കൊടുത്ത നാട്, അതാണ് ചേലക്കര. അപ്പൊ നിങ്ങൾ അതൊക്കെ ആലോചിക്കുന്നു. അവിടെ നിന്നാണ് ഇപ്പൊ ഈ സംസ്കാരം വരുന്നത്. അപ്പൊ നമ്മൾ സത്യത്തിൽ ആരെ സ്വീകരിച്ചു? ഏതൊന്നിനെയാണോ, ഏതൊന്നിനെതിരാണോ നബി വന്നത്, ഏതൊന്നിനെതിരാണോ ഏഷ്യൻ മതം നിലകൊണ്ടത്, ഏഷ്യൻ മതങ്ങൾ, അത് ഹിന്ദു മതമായാലും അത് എന്താ പറയുക ഫണ്ടമെന്റൽ ക്രിസ്തു മതമായാലും, ഇവരൊക്കെ എന്തിന്, ഏതൊരു ധർമ്മത്തിനും സംസ്കാരത്തിനും നീതിക്കും രീതിക്കും പാരമ്പര്യത്തിനും അതെല്ലാം ഏതൊരു പുതിയ വീക്ഷണത്തിനെതിരായിട്ടാണോ നിലനിന്നത്. റോം അങ്ങനെയല്ല. റോം ആൻഷ്യൻ റോമേ അങ്ങനെയല്ല. ആൻഷ്യൻ റോം എന്ന് പറഞ്ഞാൽ പൗരാണിക റോം മുതൽ ഇന്നത്തെ റോം ഒക്കെ അങ്ങനെ അല്ല. ഒന്നും അങ്ങനെയല്ല. ലോകത്തെ ആദ്യത്തെ വിചാരശാലകൾ എവിടെയാണ്? യൂറോപ്പിൽ. ലോകത്തെ ആദ്യത്തെ വിചാരശാലകൾ യൂറോപ്പിൽ. ലോകത്തെ ആദ്യത്തെ സ്വവർഗരതിയുടെ കേന്ദ്രങ്ങൾ യൂറോപ്പിൽ. ബോംബെ എന്ന സ്ഥലമുണ്ട് യൂറോപ്പിൽ. കേട്ടിട്ടില്ലേ? ബോംബെ കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് കേൾക്കാത്ത? നിങ്ങൾക്കൊക്കെ എന്താ പണി? ആ കല്ലായി. സ്വവർഗരതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യർ കല്ലായത് ഇന്ന് യൂറോപ്പിലെ സാക്ഷ്യങ്ങളാണ്. ഇവിടെ മാത്രമല്ല അത് നടന്നു, യൂത്ത് നബിന്റെ ജനതയിൽ മാത്രമല്ല, ഏതൻസിന്റെ പരിസരത്ത്. കാരണം അവിടെ എന്താ പകൽ വ്യഭിചാരം, ആണും വ്യഭിചാരം, ആണും പെണ്ണും വ്യഭിചാരം. ആ ജനതയെ ഒരു സമയത്ത് അല്ലാഹു തആല എന്താക്കി? കല്ലാക്കി മാറ്റി. ഇപ്പോഴും അതിന്റെ അടയാളുണ്ട് യൂറോപ്പിൽ. അതാണ് ബോംബെ. അതൊക്കെ പഠിക്കണ്ടേ? അതൊക്കെ എത്ര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ്. കാരണം ഒരു ബോധമില്ലാത്ത ജനതയായിട്ട് അവർ ജീവിച്ചത്. ഇപ്പൊ ആ സാധനം നേരെ നമ്മുടെ നാട്ടിലേക്ക് വന്നു. അതിനെ വന്നപ്പോൾ ഇവർ തടഞ്ഞു. എന്തുകൊണ്ട്? അത് ഇവിടെ വന്നാൽ നമ്മളും അവരെ പോലെ ആവും. അപ്പൊ അങ്ങനെ തന്നെ ആയി. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇലാ ഹദറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ربي اغفر لي آمين.